നമസ്കാരം. ഓം നമ ശിവായ. നമുക്കെല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയെ പറ്റി അറിയാമല്ലേ? വിഷ്ണുമായ സ്വാമി ജന്മന അനുഗ്രഹിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആ നക്ഷത്രക്കാരെ പറ്റിയാണ്. അത്ഭുത കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു ദേവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. അപ്രാപ്യമെന്ന് നമ്മൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും ക്ഷണനേരത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദേവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. ഇപ്പോൾ ഏത് സങ്കടക്കടലിൽ നിന്ന് നമ്മൾ വിളിച്ചാലും ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതൊരു ശക്തി തന്നെയാണ് ഭഗവാന്റെ. ശിവപാർവതി പുത്രനാണ് വിഷ്ണുമായ സ്വാമി. ശിവന് പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ കൂളിവാകയിൽ പിറന്ന ദേവനാണ് ഇത്. ചില നക്ഷത്രക്കാരെ ജന്മനാ തന്നെ ഈ മൂർത്തി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവർക്ക് സാധാരണ ബാക്കി നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിച്ച ഈ നക്ഷത്രക്കാർ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ ആ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കും. അതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവർക്കൊപ്പം എപ്പോഴും വിഷ്ണുമായ ദേവന്റെ അനുഗ്രഹമുണ്ട്. ഇപ്പോൾ മറ്റ് ഏത് ദേവന്മാരെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് അനുഗ്രഹം ചൊരിയും ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി ഈ ദേവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുമായ ദേവന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള, ജന്മനാ കൂടെയുള്ള നക്ഷത്രങ്ങൾ ഇവരാണ്. അത്തം നക്ഷത്രം, പുണർദം നക്ഷത്രം, ഭരണി നക്ഷത്രം, പൂരം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ചതയം നക്ഷത്രം, പൂയം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രം, മൂലം നക്ഷത്രം എന്നിവയാണ് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ജന്മനാ ലഭിക്കുന്ന നക്ഷത്രക്കാർ. മനസ്സറിഞ്ഞ് ഒരു സങ്കടത്തിൽ നിൽക്കുകയാണിപ്പോൾ, നമുക്ക് ഒരു വഴിയില്ല, എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഒരു വഴിയില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് മനസ്സറിഞ്ഞ് ഭഗവാനെ അങ്ങ് വിളിക്കുക, വിഷ്ണുമായ സ്വാമിയെ കരഞ്ഞുകൊണ്ട് വിളിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും, ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കാര്യസാധ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ നക്ഷത്രത്തിലുള്ള ആളുകൾ വിഷ്ണുമായ സ്വാമിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ കൂടുതൽ പ്രസാദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ എന്തെങ്കിലും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ വരുന്ന സമയത്ത്, വല്ലാത്ത ചുറ്റലും വലച്ചിലും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, അവിടെ പോയി ഭഗവാന് ഒരു നെയ്വിളക്ക് അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ, നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എല്ലാ കാര്യസാധവും നടത്തിത്തരും. അപ്പോൾ സ്വന്തം കഴിവിലും കഴിവുകേടിലുമൊക്കെ ഉറച്ച ബോധ്യമുള്ളവരാണ് ഇപ്പം ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർ. പക്ഷേ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ലോകം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇവരെ തിരിച്ചറിയാൻ വൈകും. ഇവരുടെ ആത്മാർത്ഥതയും ഇവരുടെ ഒരു ശേഷിയും ഒക്കെ തിരിച്ചറിയാൻ ആൾക്കാർ വൈകും. പക്ഷേ ഇവർ വളരെയധികം ഉറച്ച ബോധ്യമുള്ള ആളുകളാണ്. മാത്രമല്ല ഇവർ ശക്തിയും സത്യവുമുള്ള ആളുകളാണ്. കാപട്യമോ കള്ളത്തരമോ ഒന്നും മനസ്സിൽ വെച്ച് ആൾക്കാരെ ചതിക്കാനോ അങ്ങനെ കെണിയിൽപ്പെടുത്താനോ ഒന്നും മുതിരാത്ത ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഇവരൊക്കെ. ഏത് ദുർഘട സന്ധികളെയും മറികടന്ന് ഇവർക്ക് ഉയർന്നു വരാൻ കഴിയും. വിചാരിച്ചാൽ ഏതറ്റം വരെ പോയിട്ട് ആ കാര്യം നേടിയെടുക്കാനും മനസ്സുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും സാധിച്ചെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും. അതിനുവേണ്ടി ഇവർ കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി ഇവർ മുഴുവൻ സമയവും ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്.
മനസ്സിൽ തട്ടി ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് ഇതിനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവര്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. സ്വന്തം ബോധ്യത്തിൽ എന്താണോ തോന്നുന്നത് അങ്ങനെ അവർ ആ കാര്യങ്ങളെ സമീപിക്കുകയുള്ളൂ. അത് ചെറുപ്പം മുതലുള്ള ശീലമാണ് അവരുടെ. അതായത് ഞാൻ പറയുന്നത് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ഇവര് സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ്. മാടുപോലെ കിടന്ന് ഇവർ പണിയെടുക്കില്ല, പക്ഷെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഇവർക്ക് നേരിടേണ്ടി വരും. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഇവർക്ക് ചിലപ്പോൾ കുറച്ച് ദേഷ്യത്തോടെ നോക്കേണ്ടി വരും. കാരണം ആപത്ഘട്ടങ്ങളിലോ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഉറ്റവരോ ഉടയവരോ ഒന്നും ഇവരെ സഹായിക്കില്ല. അവരെയൊക്കെ അവരെ മാറ്റി നിർത്തും ഇവരെ. പക്ഷെ ഇവര് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, സ്വന്തം ബോധ്യം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരുന്ന ആളുകളാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത ആളുകൾ, അതായത് പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിക്കും. ദുഃഖം വരുമ്പോൾ ഇവര് ആരുടെയും ആരും കൂടെ ഇല്ലാതെ ഇവർ വേദനിക്കുന്ന ആളുകളായിരിക്കും. ആവശ്യ സമയത്ത് ബന്ധുബലം ലഭിക്കാത്ത നക്ഷത്രക്കാരാണ്. പക്ഷെ സ്വയമേ ഇവർ നേട്ടങ്ങൾ കൊയ്തെടുക്കും. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു അന്വേഷണ ത്വരയുള്ള കൂട്ടരാണ് ഈ നക്ഷത്രക്കാര്. ഇവരുടെ ചിന്തയും അന്വേഷണ ത്വരയും ഒക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെ സഹായിച്ചിട്ടുമുണ്ടാകാം. ഇതുപോലെ അത്യാവശ്യം സൗന്ദര്യ ബോധമുള്ളവർ കൂടിയാണ് ഇത്. ഉള്ള വസ്ത്രമൊക്കെ വൃത്തിയായി ധരിച്ചു പോകുന്നവരാണ് ഇവർ. അലങ്കോലമായി നടക്കാത്ത തരക്കാരാണ്. ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ട്. ആരെയും ചതിക്കണമെന്നൊന്നുമില്ല. സമൂഹത്തിൽ നിലയും വിലയും സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന ആളുകളാണ്. ബന്ധുബലമോ ഉറ്റവരോ ഉടയവരോ ഒന്നുമല്ല ഇവരെ സഹായിക്കുന്നത്. സ്വന്തമായി പ്രയത്നിച്ച് നേടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ പ്രവൃത്തിയും ആത്മാർത്ഥതയും കൊണ്ട് ലോകം തന്നെ ഇവരെ വിലവെക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇവരുടെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും ഇവരെ നമ്മൾ പതിയെ പതിയാണ് മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ. സഹതാപം തേടുന്ന ആൾക്കാരല്ല ഇവർക്ക് ആരുടെയും സഹതാപം വേണ്ട. കഠിന പ്രയത്നത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. തങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സഹായം ചോദിച്ച് നടക്കുകയില്ല. അഭിമാനമുള്ള ആളുകളാണ്. ഇതിനാൽ ഇവർക്ക് അത്യാവശ്യം ശത്രുക്കളുണ്ടാവും. ശത്രുദോഷം വലിയ രീതിയിലൊക്കെ ഇവരെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയും. കാരണം എന്താന്ന് വെച്ചാൽ സമൂഹത്തിൽ വലിയ അവസ്ഥയിലുള്ളവരെ ഇവർ ചുറ്റിപ്പറ്റി നിൽക്കാത്തതിനാൽ അവരുടെ അപ്രീതി നേടാൻ കാരണമാകും. അതായത് ആരോടും ഏച്ചു കിട്ടിയ ഒരു ബഹുമാനവും കാണിക്കാത്ത ആളുകളാണ് ഇവര്. സ്ട്രെയിറ്റ് ആയിട്ട് പോ വാ എന്നുള്ള രീതിക്കാരാണ്. മക്കളോട് ഹൃദയബന്ധം കൂടുതലുള്ളവരാണ്. മക്കളോട് ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാത്ത കൂട്ടരു കൂടിയാണ് ഈ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ. ചെയ്യുന്ന കാര്യത്തോട് 100% നീതി പുലർത്തുന്നവരാണ് ഇവർ. പൊതുവെ സമാധാനപ്രിയരാണ്. ആവശ്യമില്ലാതെ വഴക്കിന് പോകില്ല, ദേഷ്യം വരില്ല. എന്നാൽ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടൂല്ല. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ മേൽ പറഞ്ഞ നക്ഷത്രക്കാർ. ജീവിത പങ്കാളിയോട് പരിഗണനയുള്ളവരാണ്. പോസിറ്റീവായ പ്രകൃതമാണ് ഇവർക്കുള്ളത്. നല്ല മനസ്സിനുടമയായ ആൾക്കാരാണ് ഈ നക്ഷത്രങ്ങൾ. അപ്പൊ ഞാൻ മേൽ പറഞ്ഞ നക്ഷത്രങ്ങൾ ഇവയാണ്. ഒന്നുകൂടി പറയാം. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ജന്മനാ ഉള്ള നക്ഷത്രക്കാരാണ് ഇവര്. അത്തം, പുണർദം, ഭരണി, പൂരം, പൂരാടം, ചതയം, പൂയം, തിരുവാതിര, പൂരുരുട്ടാതി, മൂലം എന്നിവയാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.